ഹായ് ഫ്രണ്ട്സ്, നിഷാനയാണ് ഡോപ്പയിൽ നിന്ന്. നിങ്ങളെല്ലാവരും നീറ്റിൻ്റെ എക്സാമിന് അടുത്തടുത്ത് വരുമ്പം ടെൻഷൻ അടിച്ച് പഠിക്കുകയാണോ? ഹേയ്, അതിനൊന്നും ആവശ്യമില്ല. ടെൻഷനൊന്നും അടിക്കണം. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക. അപ്പോൾ നീറ്റിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് നീറ്റിൻ്റെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത്. നമ്മളതെന്ത് വളരെ കോംപ്ലിക്കേറ്റഡ് സാധനമാണെന്ന് ഓൾറെഡി വിചാരിച്ചു കഴിഞ്ഞു. പിന്നെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത് പാടില്ല, ഇത് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഡൗട്ട്സൊക്കെ ഈ വീഡിയോയിലൂടെ പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ എക്സാം നടത്തുന്നവർക്ക് മേജറായിട്ട് 2 ഉദ്ദേശങ്ങളേ ഉള്ളൂ. ഒന്ന്, യാതൊരു മാൽ പ്രാക്ടീസസിനും വകുപ്പുണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, എന്തായാലും നിങ്ങളെ ചെക്ക് ചെയ്തിട്ട് അവർ അകത്തേക്ക് കയറ്റുള്ളൂ. അപ്പം ഒരു കുട്ടിക്ക് മിനിമം സമയത്തിനുള്ളിൽ ചെക്ക് ചെയ്ത് അകത്തേക്ക് കടത്തിവിടാൻ പറ്റണം അവർക്ക്. ഈ 2 കാര്യങ്ങളും അവർ ശ്രദ്ധിക്കുന്ന പോലെ നമ്മളും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയാണെന്നല്ലേ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ച് മാത്രം എക്സാം ഹാളിലേക്ക് പോവാം. ഒരുപാട് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള പ്രിൻറ്റുകളുള്ള എഴുത്തുകളുള്ള ഡ്രസ് മെറ്റീരിയൽസ് ധരിക്കാണ്ടിരിക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള കളറിലുള്ള ഏറ്റവും സിമ്പിളായി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കാൻ പറ്റുന്ന ഡ്രസ്സ് മാത്രം ധരിക്കാം. പിന്നെ മെറ്റാലിക് പാർട്സുള്ള ഡിവൈസസോ അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസോ ബെൽറ്റുകളോ ഓർണമെൻറ്റ്സോ നിങ്ങൾ ധരിക്കാണ്ടിരിക്കാം. ഇതൊന്നും നിങ്ങൾക്ക് എക്സാം ഹാളിൻ്റെ പുറത്ത് സ്റ്റോർ ചെയ്യാൻ സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താ, ഇതൊന്നും കൊണ്ടുപോകാണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലോങ് സ്ലീവുള്ള ഡ്രസ്സുകൾ ധരിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. മാക്സിമം ഹാഫ് സ്ലീവുള്ള ഡ്രസ്സുകൾ തന്നെ ധരിച്ച് എക്സാം ഹാളിൽ പോവുക. ഷൂസ് അലൗഡേ അല്ല, അതുകൊണ്ട് അത് ധരിക്കുകയേ വേണ്ട. സ്ലിപ്പേഴ്സോ അതല്ലെങ്കിൽ ലോ ഹീൽസ് ഉള്ള സാൻഡൽസോ ധരിച്ച് എക്സാം ഹാളിലേക്ക് പോവാം. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ലൈറ്റ് കളറിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ്, ഒരുപാട് പോക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഡ്രസ്സുകൾ മാത്രം ധരിച്ച് എക്സാം ഹാളിൽ പോവുക. അതാകുമ്പോൾ നിങ്ങളുടെ ചെക്കിങ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെക്കിങ് തീർത്ത് എക്സാം ഹാളിൽ കയറാൻ പറ്റും. പിന്നെ മാൽ പ്രാക്ടീസസിന് യാതൊരു വകുപ്പും ഇല്ലാന്ന് നിങ്ങൾ എന്നെ ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സിൽ പോകുമ്പോൾ. ഇനി അതെല്ലാം കസ്റ്റമറി ഡ്രസ്സുകൾ ധരിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട, നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. പക്ഷേ ഉറപ്പ് വരുത്തേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1:30 നിങ്ങളുടെ ഫൈനൽ റിപ്പോർട്ടിംഗ് ടൈം. ആ ടൈമിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യണം. അതായത് 12:30 നിങ്ങൾ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളെ ഫുള്ള് ഫ്രിസ്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിടാനുള്ളൊരു സമയം നിങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിച്ച് നിങ്ങളുടെ സമയം കളയേ വേണ്ട. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് അടിപൊളിയായിട്ട് എക്സാം എഴുതി വരാം. ഓക്കെ.